UDF-നെ കുരുക്കി ആന്റോ ആന്റണി MP വീണ്ടും ചോദ്യം ചെയ്യൽ. ആന്റോ ആന്റണി MPക്കെതിരെ 2 അന്വേഷണമാണ്. ഒന്ന് ED-യുടെ അന്വേഷണമുണ്ട്. കാരണം ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് 2 കോടി രൂപ പിൻവലിച്ചത് അഥവാ 2 കോടി രൂപ വാങ്ങിയത് അക്കൗണ്ടിലൂടെ അല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ 1,80,00,000 ലക്ഷം തിരിച്ചു നൽകാനുണ്ട് എന്ന് രാജു ഇന്നലെ പറയുകയും ചെയ്തു. അപ്പോൾ ആന്റോ ആന്റണിയെ ED-യും ചോദ്യം ചെയ്യുന്നു, ആന്റോ ആന്റണിയെ SIT-യും ചോദ്യം ചെയ്യാൻ പോകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യം നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കാം. നമുക്കൊപ്പം റാഹിസ് റഷീദ് ഉണ്ട്. റാഹിസ് റഷീദ്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ പരിശോധിക്കുന്നു. ഒന്ന്, ആന്റോ ആന്റണി MPക്കെതിരെയുള്ള SIT അന്വേഷണം. 2 കോടി രൂപ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ED അന്വേഷണം. മൂന്നാമത്തത്, ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിൽ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ പങ്ക്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ മുന്നിലുള്ളത്. ആദ്യം നമുക്ക് ആന്റോ ആന്റണിയിലേക്ക് വരാം. ആന്റോ ആന്റണി പ്രതിരോധത്തിലാവുകയാണോ? ഒരേ സമയം ED-യുടെ അന്വേഷണവും അതേസമയം SIT അന്വേഷണവും. ഇപ്പോൾ CPM അടക്കം ഈ വിഷയം രാഷ്ട്രീയമായി ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ 2 കോടി രൂപ അക്കൗണ്ടിലൂടെയാണോ വന്നത് എന്നത് വ്യക്തത വരുത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം കള്ളപ്പണമാണ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനും വിവരാവകാശ പ്രകാരം രേഖ നൽകാനുമാണ് ഇപ്പോൾ CPM പോകുന്നത്. രാഷ്ട്രീയമായി ആന്റോ ആന്റണിക്ക് ഒരു കുരുക്കായി മാറുമോ? റാഹി സുഷി. അരുൺകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ പ്രചരണ വിഷയമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് UDF കടക്കുകയാണ്. VD സതീശന്റെ ജാഥയിലൊക്കെ അത് കാണുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ UDF-ന് തിരിച്ചടിയാകുന്ന തരത്തിൽ സമീപകാലത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പത്തനംതിട്ട MP-ആയ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായ ആന്റോ ആന്റണിയെ SIT നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ നോട്ടീസ് നൽകി, ഏറ്റവും 2-3 ദിവസത്തിനകം നോട്ടീസ് നൽകി ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് SIT-യുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതിൽ 2-3 കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്തനംതിട്ട MP എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പമുണ്ടോ? സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണുന്ന സമയത്ത് അവിടെ ആ ചടങ്ങിൽ പത്തനംതിട്ട MP-ആയ ആന്റോ ആന്റണി ഉണ്ടായിരുന്നു. അവിടെ ആര് ക്ഷണിച്ചിട്ടാണ് അവിടെ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനൊപ്പമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം, നെടുമ്പറമ്പ് ഫിനാൻസുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി ആന്റോ ആന്റണിക്കെതിരെ വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അടൂർ പ്രകാശന് പിന്നാലെ തന്നെ ഒരു കോൺഗ്രസിന്റെ MP ചോദ്യമുനയിലേക്ക് പോകുന്നു എന്നത് രാഷ്ട്രീയമായ വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ് അരുൺകുമാർ. ഓക്കെ, റോഷി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷിപാൽ, ED ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ, SIT ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ, അടൂർ പ്രകാശിന് ശേഷം ആന്റോ ആന്റണി കൂടി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദ്യമുനയിലേക്ക് വരുമ്പോൾ പാരടിപ്പാട്ട് പാടിയവർ തന്നെയാണ് ഇപ്പോൾ ചോദ്യമുനയിൽ നിൽക്കുന്നത് എന്നൊരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. അന്ന് പാർലമെന്റിന് പുറത്ത് ഈ പാരടിപ്പാട്ട്, പോറ്റിയെ കയറ്റി എന്ന പാരടിപ്പാട്ട് പാടുമ്പോൾ അക്കൂട്ടത്തിലുള്ള ആളാണ് ആന്റോ ആന്റണി, അക്കൂട്ടത്തിലുള്ള ആളാണ് അടൂർ പ്രകാശ്. ഇപ്പോൾ SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി ആന്റോ ആന്റണിയും ചോദ്യം ചെയ്യാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കൊണ്ടുള്ള UDF-ന്റെ നീക്കം തിരിച്ചടിയാകുമോ? UDF പ്രതിരോധത്തിലായോ? റോഷിപാൽ. അരുൺകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ള UDF നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വജ്രായുധമായി തന്നെയാണ് പ്രചരണം തുടങ്ങുന്നത്. അത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥയിലുടനീളം പ്രധാന വിഷയമാക്കി പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രചരണം അത് തിരിച്ചടിക്കുമെന്ന ആശങ്ക ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കെങ്കിലുമുണ്ട്. ആന്റോ ആന്റണിക്കും അടൂർ പ്രകാശിനും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്ന വാദമുയർത്തുമ്പോഴും ഇവർ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ അടക്കമുള്ള ആളുകളുമായി ഏതു തരത്തിലുള്ള ബന്ധമാണ് സൂക്ഷിച്ചിരുന്നത്, ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം പോകുമ്പോൾ സ്വാഭാവികമായും ആ ആരോപണങ്ങൾ LDF ഉയർത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം UDF-ന്റെ കൺവീനറാണ് അടൂർ പ്രകാശ്. UDF-ന്റെ ജാഥയാണ് ഇപ്പോൾ തുടരുന്നത്. കോഴിക്കോടേക്ക് ജാഥ എത്തുകയാണ്. ജാഥ തുടങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട UDF കൺവീനർ അടൂർ പ്രകാശിനെ ന്യായീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് UDF നേതൃത്വം എത്തുകയാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ, ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുമായി അടൂർ പ്രകാശും ആന്റോ ആന്റണിക്കും ഉള്ളതെന്ന വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി ആന്റോ ആന്റണിയെ കൂടി നോട്ടീസ് നൽകി
ചോദ്യം ചെയ്യും. അതും ഏറെ വൈകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ആന്റണി കൂടി ചോദ്യമുനയിലെത്തുമ്പോൾ വീണ്ടും UDF നേതൃത്വം പ്രതിരോധത്തിലാകും. മാത്രവുമല്ല, ഈ കാര്യത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDFനെതിരെ പിന്നെ കടുത്ത ആരോപണം ഉയർത്തി മുന്നോട്ട് പോവുക അത്ര എളുപ്പമായിരിക്കില്ല. അത് BJPക്കാണ് ഇതിന്റെ ഗുണം, രാഷ്ട്രീയ നേട്ടമുണ്ടാകാൻ സാധ്യത. കാരണം BJP ഇപ്പോൾ തന്നെ LDFും UDFും ചേർന്നാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയെന്ന ആരോപണം ഉയർത്തിക്കഴിഞ്ഞു. ഈ കാര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമാണ് ഈ രണ്ട് വിഭാഗങ്ങളെയും, അത് കടകംപള്ളി സുരേന്ദ്രനാകട്ടെ ആന്റണിയെയും അടൂർ പ്രകാശിനെയും കൊടുക്കുന്നത്. ഇവർക്ക് സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമുണ്ടോ എന്നതിൽ വ്യക്തത വരുത്തേണ്ടത് അന്വേഷണ സംഘമാണ്. ആ തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിൽ വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ ഇവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയോ എന്നതാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെങ്കിൽ ഇനിയും അടൂർ പ്രകാശ് അടക്കമുള്ളവർ അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുനയിലേക്ക് വരേണ്ടി വരും. അരുൺകുമാർ, 100% തീർച്ചയായിട്ടും ഇത് വലിയ പ്രതിരോധത്തിലാക്കുകയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി റോഷി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോട് കൂടിയല്ല, കർണാടകയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോട് കൂടിയാണ് എന്ന് പറയുമ്പോൾ ഇനി വീണ്ടും ഒരു അധ്യായം കൂടി തുറക്കാൻ പോവുകയാണോ? കർണാടകയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടോ പിടി? അരുൺകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും കൂടുതൽ കാലം ക്യാമ്പ് ചെയ്തത് സ്വാധീനമുള്ളത് കർണാടകയും തെലങ്കാന, ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ്. പ്രത്യേകിച്ച് അവിടെ നിന്ന് വരുന്ന ഈ പ്രബലരായ ധനാഢ്യരായ ഈ ശബരിമല വിശ്വാസികൾ, അയ്യപ്പ വിശ്വാസികൾ, അവർക്കവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. അവരിൽ നിന്നും സ്പോൺസർഷിപ്പുകൾ ശബരിമലയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഒരു ഇടനിലക്കാരൻ്റെ റോളിലെത്തി ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിലെയും കട്ടിലപ്പാളിയിലും ഒക്കെ സ്വർണം കടത്തിയ ഈ കേസിലെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെ കൃത്യമായ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകളും ഒക്കെ ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് പുതിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ്. അതിൽ പറയുന്നത് ഈ കോൺഗ്രസ് നേതാക്കളല്ല, അടൂർ പ്രകാശോ അല്ലെങ്കിൽ ആന്റണി അല്ല തനിക്ക് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് തരപ്പെടുത്തിയത്. അതൊക്കെ കർണാടകയിലെ കോൺഗ്രസിന്റെ നേതാക്കളാണ്. ഒരുപക്ഷെ ആന്റണിയേക്കാൾ അടൂർ പ്രകാശിനേക്കാൾ ഉന്നതരായ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുമായി ഉള്ള ആത്മബന്ധമാണ് ഈ തരം അപ്പോയിന്റ്മെന്റ് സോണിയാഗാന്ധിയുടെ അരികിലേക്ക് എത്താൻ തനിക്ക് വഴിയൊരുക്കിയതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ അതിലേക്ക് ഇനി അന്വേഷണ സംഘം പോകേണ്ടി വരും. കാരണം ഈ അപ്പോയിന്റ്മെന്റ് ഒരുക്കിയ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചക്ക് വഴിയൊരുക്കിയ നേതാക്കൾ, സാഹചര്യം ഒരുക്കി കൊടുത്തവർക്ക് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം? അവർ ഏതെങ്കിലും തരത്തിൽ സഹായം നൽകിയോ? അത് പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം ഒരു ഭാഗത്ത് LDFും BJPയും ഉയർത്തുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഇനി അന്വേഷണം ആ നിലയിലേക്ക് പോകും. അത് വീണ്ടും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും. അരുൺകുമാർ. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, താങ്ക് യു റോഷി, താങ്ക് യു രാഹീഷ്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ഫിലിപ്പ്, അരുൺ ഈ 2 കോടി രൂപ തിരഞ്ഞെടുപ്പ് ചെലവിലേക്ക് വാങ്ങിയതെങ്കിൽ ഇതിന്റെ കണക്ക് കൂടി ആന്റണി കൊടുക്കേണ്ടി വരും. അത് നടക്കില്ല ഫിലിപ്പ്, ആ കണക്ക് സെറ്റിൽ ചെയ്തു. മാത്രമല്ല, ഒരു MP-ക്ക് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവഴിക്കാൻ പറ്റുന്ന തുക 95 ലക്ഷമേ ഉള്ളൂ. ഇതെത്ര കോടി വാങ്ങി? 2 കോടി. ഇതിനു മുമ്പ് തന്നെ 95 ലക്ഷം രൂപയുടെ കണക്ക് സീൽ ചെയ്തു. അപ്പോൾ ഇത് എവിടെ ഉൾക്കൊള്ളിക്കും? സംഭവം ചെറിയ കളിയല്ല കേട്ടാ. 2 കോടി രൂപ അക്കൗണ്ടിലൂടെയാണോ വാങ്ങിയിരിക്കുന്നത്? ആ അക്കൗണ്ടിലൂടെ അല്ല വാങ്ങിയിരിക്കുന്നതെങ്കിൽ അവിടെയും കാര്യങ്ങൾ ഇങ്ങനെ ചക്ക കുഴയുന്നത് പോലെ കുഴയും. കാരണം ED വന്ന് ചോദിക്കും, ഈ പൈസ അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പൈസ കൈപ്പറ്റും? അപ്പം ചെറിയ കളിയല്ല കേട്ടാ.